എക്സാം ഇങ്ങനെ പാസ്സായിട്ട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിശേഷം എന്താണ്? കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരിയറിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പ്രൊമോട്ടഡ് ആയി. അതായത് ഞങ്ങളുടെ എയർലൈനിൽ അതിന് ലീഡിംഗ് ലേഡി പൊസിഷൻ എന്നാണ് പറയുക. നമ്മൾ ഈ നെയിം ബാഡ്ജിൻ്റെ തൊട്ട് മുകളിൽ കുത്തിയിരിക്കുന്ന ബാഡ്ജിലെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്രൂവിൻ്റെ സീനിയോറിറ്റി മനസ്സിലാവും. നെയിം ബാഡ്ജിന് മുകളിൽ ലീഡിംഗ് ലേഡി ബാഡ്ജ് വെയർ ചെയ്യുന്ന ആളായിരിക്കും ആ ഫ്ലൈറ്റിലെ സീനിയർ ക്രൂ. പല എയർലൈൻസിലും പല പേരാണ് കേട്ടോ. ചില എയർലൈൻസിൽ SCC അഥവാ സീനിയർ ക്യാബിൻ ക്രൂ, CIC ക്യാബിൻ ക്രൂ ഇൻചാർജ്, ക്യാബിൻ സൂപ്പർവൈസർ, അങ്ങനെയുള്ള പല നെയിംസ് ഉണ്ട്. നമ്മുടെ എയർലൈനിൽ ഈ ഒരു പേരാണ് യൂസ് ചെയ്യുന്നത്. ഒരു 15 ഡേയ്സിൻ്റെ ഭയങ്കര എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും മാസങ്ങളുമായിട്ട് ട്രെയിനിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പഠിച്ച് എനിക്ക് മതിയായി. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചേ പറ്റൂ. ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് കുറേ എക്സാമും വൈവയും പ്രാക്ടിക്കലും തിയറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ ആണ് നമുക്ക് ലീഡിംഗ് ലേഡി ബാഡ്ജും പിന്നെ ഈ ലീഡ് മാത്രം കൊണ്ട് നടക്കുന്ന ഒരു ഫോൾഡറും, ലീഡ് ഫോൾഡർ എന്നാണ് പറയുക, അതും ഹാൻഡ് ഓവർ ചെയ്യുന്നത്. എല്ലാവരും ആ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്തതിൻ്റെ സന്തോഷത്തിലുള്ള ഡാൻസ് കളിക്കലാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ, എല്ലാവരും വിട്ടു പിരിയുന്നതിൻ്റെ സന്തോഷത്തിൽ അല്ല സങ്കടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എല്ലാം കൈമാറുന്നു, കരയുന്നു, ഇമോഷണൽ ആവുന്നു. പിന്നെ കേക്ക് അത് മാൻഡേറ്ററി ആണല്ലോ, അങ്ങനെ അതും കട്ട് ചെയ്തു. അപ്പം ഞങ്ങളെല്ലാം എക്സാം ഇങ്ങനെ പാസ്സായിട്ട് ഞങ്ങളെല്ലാം എക്സാം പാസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനിപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോവുകയാണ്. ഞാൻ കുറച്ച് വെള്ളവും കുടിച്ചു. എനിക്ക് ഇത്തിരി ടെൻഷനായിരുന്നു, പക്ഷേ ഇപ്പം എവറിത്തിങ് ഈസ് ഗുഡ്, താങ്ക്സ് ടു ഹരിത. അങ്ങനെ ഈശയുടെ മലയാളവും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അങ്ങനെ ലീഡിൻ്റെ ഫോൾഡറും ബാഡ്ജും എല്ലാം കിട്ടി. സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ബൈ.